ചേട്ടാ എനിക്കൊരു വൈറ്റ് ടീഷർട്ട് വേണമായിരുന്നു. അഭിചേട്ടാ, ഇത് അഭിചേട്ടന്റെ ഷോപ്പായിരുന്നോ? അല്ല, അല്ല അഭിചേട്ടൻ മറ്റേ റീലും പരിപാടിയൊക്കെ കിട്ടോ സിനിമ? ഇല്ല, അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. ഞാൻ നിന്നോട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, 2 കൊല്ലം മുമ്പ് ഒരു പടം കിട്ടി. ആ ഒരു മൂച്ചിന് ജോലി നിർത്തി ഈ റീൽസ് അങ്ങനെ കുറച്ച് പരിപാടിയായിട്ട് അങ്ങോട്ട് നിന്നതാ. എല്ലാവരും ഇട്ടുപിടിക്കാൻ പോയിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ചാൻസ് വരും, സെറ്റ് ആവും എന്നൊക്കെ. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണല്ല. അല്ല അഭിചേട്ടനപ്പം മൊത്തം നിർത്തുവാണോ? നമ്മുടെ അവസ്ഥ അതായി പോയില്ലേ, അതപ്പം മൊത്തത്തിലൊന്നും അങ്ങോട്ട് മാറിക്കണേ. അതെ അതെ അതെ, താങ്കളിപ്പോ സിനിമയിൽ നിന്ന് മാറിയുന്നതുകൊണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രി ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാത്ത പട്ടിണി കിടക്കുവാണല്ലോ. കഴിച്ച് പടായിരുന്നു. അങ്ങനെയല്ല, കുറച്ച് നാളത്തേക്കെങ്കിലേ ഞാൻ ചിലപ്പോൾ പഴയ ജോലിയിലേക്ക് തിരിച്ചു കയറും. അതുവരെ ഒരു സമയത്തേക്ക് ഇവിടത്തേക്ക് നിന്ന. അല്ല, നിനക്ക് എന്താ പരിപാടികൾ എന്തെങ്കിലും കിട്ടിയോ? എനിക്ക് 2-3 പടം കിട്ടുന്നുണ്ട്. അതെങ്കിലും കഴിവുള്ളവർ കിട്ടില്ല. എനിക്ക് പണ്ടേ നിങ്ങളത് പറയാനുള്ളായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ സെറ്റപ്പ് ആവുന്നുണ്ട്. ഇതിപ്പോ മുടിയൊക്കെ വളർത്തി നിങ്ങൾ മുള്ളം വന്നെങ്കിൽ ചെക്കി ഷർട്ട് ഇട്ടാണെങ്കിൽ നിങ്ങൾ റീലേ പോരാ. ഭയങ്കര മോശം തന്നെ, മോശം വൺ മോശം അലമ്പ്. ഒന്ന് സെറ്റ് ആവും, ഒന്ന് കുളി, അപ്പൊ തന്നെ സെറ്റപ്പ് ആവും. അപ്പോഴേക്കും സിനിമ കിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. പണ്ടൊക്കെയാണ് അഭിനയം മാത്രം, ഇപ്പൊ ഫേസ് നോക്കുന്നുണ്ട്. സോ രണ്ടിലും നിങ്ങളൊരു തോൽവിയാണ്. നീ കിടന്ന് നെകളിക്കല്. നീ പണ്ട് കൊച്ചിയിൽ വരുമ്പോ സിനിമയും ഒരു കമ്പനിയാണെന്ന് ചോദിച്ചു വെറും വിലവില്ലാത്ത മെനകെട്ടവളാണ് നീയേ കണ്ട ക്യൂട്ട്നെസ് കാട്ടി അതിനകത്ത് മെഴുകി വീണേക്കണ കുറെ എണ്ണന്മാര് നിനക്ക് ചാൻസ് തന്നിട്ടുണ്ടാവും. പിന്നെ നിന്റെ വയറ് പൊട്ടിയ ചാള ലൈക്കായിട്ടുള്ള വളിപ്പ് കേട്ട് ചിരിക്കണ കുറെ തൊലിയാർ മണിയന്മാരും. അതിന്റെ നകളിപ്പെങ്ങാനും എന്റെ അടുത്ത് കാണിച്ചാണ്ടല്ലോ. എടി, കൊച്ചിയിൽ വന്നിട്ട് നീ കട്ട സാധനങ്ങളിലേക്ക് ഒരു പെട്ടിക്കട കാലടി എടുത്തു വെക്കണി മെനക്കെട്ടോളൂ എന്റെ ചുവന്ന ഷർട്ട്. ഇത്രയൊന്നും പറയണ്ടായിരുന്നു. ഇത്രയും പറയാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ പണ്ട് ഞാൻ കണ്ട സാധനത്തിനൊക്കെ പങ്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അങ്ങനെ ഒരു വട്ടം മുടങ്ങിയപ്പോഴല്ലേ താരെന്നെ ഇട്ടിട്ട് പോയത്. ഇതിന് തന്നോട് ആരെങ്കിലും ഒക്കെ ചോദിക്കും. ഐ ഫീൽ വെരി പിറ്റി. പുറത്ത് കിടക്കുന്ന ഷൂനും ചെരുപ്പിനും കണക്കുള്ളതാണ്. അതെങ്ങാനും എടുത്തോട്ട് പോയി ചെറിയ ഇടിച്ചാൻ മരപ്പിക്കും. കേട്ടേ?